ഉറങ്ങിക്കിടന്ന കുട്ടി പാമ്പുകടിയേറ്റു മരിച്ചതിന്റെ ഞെട്ടലിലാണ് തൃശൂരിലെ കോടാലി എന്ന ഗ്രാമം. 8 വയസ്സുകാരൻ ആൽജോയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള സഹോദരൻ അനോജിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷാബാസ്, ഇന്നലെയാണ് ആ സങ്കടകരമായ വാർത്ത നമുക്ക് മുമ്പിലേക്ക് എത്തിയത്. ഈ മരിച്ച കുട്ടിയുടെ സഹോദരൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. എന്താണ് ആരോഗ്യനില സംബന്ധിച്ച് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ ഷാബാസ്? റിജിത്ത്, ഏറെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വന്നത്. ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ വീട്ടിൽ നിന്ന് ഉഗ്രവിഷമുള്ള പാമ്പ് കടിച്ചു എന്നൊരു വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് വന്നത്. അതിൽ തന്നെയും ഒരു കുട്ടി, അതായത് പാമ്പ് കടിയേറ്റ ആൽജോ എന്ന കുട്ടി മരിച്ചിരുന്നു. ഒപ്പം ആൽജോയുടെ സഹോദരൻ അനോജ് അതീവ ഗുരുതരാവസ്ഥയിൽ ഇന്നലെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ സഹോദരൻ, അതായത് ചികിത്സയിൽ പ്രവേശിപ്പിച്ച സഹോദരന്റെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്നലെ ശസ്ത്രക്രിയ അടക്കം നടത്തിയിരുന്നു. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ വിഷം ബാധിച്ചിരുന്നു. അതിനാൽ തന്നെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഈ അനോജിനെ ഇന്നലെ വിധേയനാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോഴും നിരീക്ഷണത്തിൽ തുടരുകയാണ്. ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ മരിച്ച ആൽജോയുടെ സംസ്കാരം ഇന്ന് തൃശൂർ കോടാലിയിലെ വീട്ടിൽ നടക്കും. ഇന്ന് രാവിലെയോടുകൂടിയായിരിക്കും ഈ സംസ്കാരം ഉണ്ടാവുക. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് വന്നത്. ഉറങ്ങിക്കിടന്ന കുട്ടികളെ രാത്രിയോടുകൂടിയായിരുന്നു പാമ്പ് കടിച്ചത്. ആദ്യഘട്ടത്തിൽ ഇത് പാമ്പ് കടിയേറ്റതാണ് എന്ന് വീട്ടിലായിരുന്നില്ല. പിന്നീട് ഈ ഭക്ഷ്യവിഷബാധയേറ്റതാണോ എന്ന സംശയത്തിന്റെ പേരിൽ അതിനുള്ള പ്രാഥമിക ചികിത്സയടക്കം വീട്ടുകാർ നടത്തിയിരുന്നു. പിന്നീട് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് കുട്ടികളുടെ വായിൽ നിന്ന് നുരയും പതയും വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും അവിടെ വെച്ച് പാമ്പ് കടിയേറ്റതാണ് എന്ന് മനസ്സിലാകുന്നതും. അതിനിടയിൽ തന്നെ ഈ ആൽജോ മരണപ്പെട്ടിരുന്നു. പിന്നീട് ഈ അതീവ ഗുരുതരാവസ്ഥയിലായ അനോജിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും വളരെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. വീട്ടുകാർക്കും ആ നാട്ടുകാർക്കുമൊന്നും ആ ഞെട്ടൽ പരിപാടിയിൽ പങ്കെടുത്ത് വീട്ടിലെത്തിയ കുട്ടികൾ രാത്രി ഉറങ്ങാൻ കിടന്നതായിരുന്നു. ചൂട് കാരണം ആദ്യം നിലത്ത് കിടന്നു. പിന്നീട് ഈ കട്ടിലേക്ക് എടുത്ത് കിടന്ന സമയത്താണ് കുട്ടികൾക്ക് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടത്. വയറുവേദനയും മറ്റു ഘട്ടത്തിൽ ഭക്ഷ്യവിഷയബാധയാണ്. ജ്യൂസ് കുടിച്ചതിൽ നിന്ന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടാകാം എന്നൊരു നിഗമനമായിരുന്നു വീട്ടുകാർക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഭക്ഷ്യവിഷബാധയുടെ ചികിത്സയാണ് നടത്തിയത്. പക്ഷേ പിന്നീടാണ്, വളരെ വൈകിയാണ് മനസ്സിലായത് ഈ കുട്ടികൾക്ക് ഉഗ്രവിഷമുള്ള വെള്ളിക്കെട്ട് എന്ന ഏറ്റിരുന്നത് എന്ന്. എന്തായാലും ഈ സംസ്കാരം ഇന്ന് നടക്കും. ഈ തലയണക്കടിയിൽ നിന്നാണ് ഈ പാമ്പിനെ കണ്ടെത്തിയത്. വലിയ ഞെട്ടലുണ്ടാക്കുന്ന വലിയ സങ്കടകരമായ വാർത്തയാണ്.